ഇഫ് യു വർക്ക് ഹാർഡ് യു ക്യാൻ അച്ചീവ് ദി സക്സസ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ഈ യാത്ര, ന്യൂസിലൻഡിലേക്കുള്ള എൻ്റെ ആദ്യ യാത്ര. ലേറ്റ് നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇനിയുള്ള ഒരു കുറച്ച് സമയം ഫാമിലി ആയിട്ടൊന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെറുതെ മെട്രോയും ലുലു ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. ഏകദേശം 8 മണിയായപ്പോഴത്തേനും നമ്മൾ എയർപോർട്ടിലെത്തി. അങ്ങനെ എയർപോർട്ടിലൊക്കെ എത്തി നമ്മൾ ലഗേജൊക്കെ എടുത്ത് വെച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് ചെക്കിനെല്ലാം കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി. ചെക്കിനെല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ രണ്ടാമത്തെ ചെക്കിനാണ്. ഇവിടെ നമ്മൾ ലഗേജ് എല്ലാം ഡ്രോപ്പ് ചെയ്ത് അതിൻ്റെ വെയിറ്റ് എല്ലാം നോക്കി പാക്ക് ചെയ്ത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്യും. അങ്ങനെ ബോർഡിംഗ് പാസ് എല്ലാം കിട്ടി. ഇപ്പോൾ ഇമിഗ്രേഷൻ കൗണ്ടറിലാണ്. ഇവിടുന്ന് പാസ്പോർട്ടും നമ്മുടെ വിസ എല്ലാം വെരിഫൈ ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും. അങ്ങനെ ചെക്കിനും ഇമിഗ്രേഷൻ ക്ലിയറൻസും എല്ലാം കഴിഞ്ഞ് നേരെ ഫുഡ് കോർട്ടിലേക്ക്. ചുമ്മാ ഒരു കോഫി എല്ലാം കുടിച്ച് ഒന്ന് ഫ്രഷപ്പ് ആയിട്ടായിരുന്നു. അങ്ങനെ കോഫി എല്ലാം കുടിച്ച് റിലാക്സ് ചെയ്തിരിക്കുന്ന ടൈമായപ്പോഴത്തേനും ബോർഡിംഗ് കോളായി. കൃത്യം 12:10 കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഗേറ്റ് 3ലേക്ക് നടക്കും. ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ സെക്യൂരിറ്റി നമ്മുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ നമ്മുടെ ബോർഡിംഗ് പാസും ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് നമ്മളെ അകത്തേക്ക് കയറ്റി വിട്ടു. അങ്ങനെ എൻ്റെ സീറ്റെല്ലാം തപ്പി കണ്ടുപിടിച്ച് ഞാൻ ഇരുന്ന് ആദ്യം കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനെല്ലാം നോക്കി. നമുക്ക് ഒരു ബ്ലാങ്കറ്റും അതുപോലെ തന്നെ ഒരു ഹെഡ്സെറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 4 മണിക്കൂർ ജേണിയാണ് കേട്ടോ, കൊച്ചി ടു മലേഷ്യ. ഫ്ലൈറ്റ് നീങ്ങി തുടങ്ങി. പുറത്ത് നല്ല മഴയാണ്.
എന്നാലും പറ്റുന്ന പോലെ എല്ലാം ക്യാപ്ചർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഫുഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിൾസ് കിട്ടിയിട്ടുണ്ട്, പിന്നെ പായസം, ഒരു മെയിൻ കോഴ്സ്, പിന്നെ ഫ്രൈഡ് പീനട്ട്സ്, സോൾട്ടഡ് പീനട്ട്സ്, പിന്നെ ഒരു മിനറൽ വാട്ടർ, പിന്നെ ആസ് യൂഷ്വൽ ആപ്പിൾ ജ്യൂസ്, സ്പ്രൈറ്റ്. പിന്നെ മെയിൻ കോഴ്സിൽ വന്നിട്ട് 2 പൊറോട്ട, പിന്നെ ചോറ്, പിന്നെ ബോയിൽഡ് എഗ്സ്, ചിക്കൻ, പിന്നെ ഒരു സോസാണ്. അങ്ങനെ നമ്മൾ 4 മണിക്കൂറിന് ശേഷം മലേഷ്യയിലെത്തി. നമ്മൾ ചെക്ക് ഇൻ എല്ലാം ചെയ്ത് വെയിറ്റിംഗ് ഏരിയയിൽ നെക്സ്റ്റ് ഓക്ലൻഡിലേക്കുള്ള ഫ്ലൈറ്റിന് വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇനിയുള്ള ജേർണി എന്ന് പറയുന്നത് 10 hours and 30 minutes ആണ്. ആൻഡ് സൂപ്പർ എക്സൈറ്റഡ്. സോ നമ്മുടെ ബോർഡിംഗ് കോള് അപ്പോഴത്തേനും വിളിച്ചു. ആൻഡ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. സീറ്റിലൊക്കെ ഇരുന്ന് ഒരു ഫിലിം എല്ലാം കണ്ട് തീരാറായപ്പോഴത്തേനും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് കിട്ടിയത് കട്ട് ഫ്രൂട്ട്സ്, പിന്നെ സ്ട്രോബെറി ഫ്ലേവേർഡ് യോഗേർട്ട് ഉണ്ടായിരുന്നു, മിനറൽ വാട്ടർ ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ കൂടെ കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ ചീസിൻ്റെ കൂടെ കഴിക്കാൻ ക്രാക്കേഴ്സ്, പിന്നെ ആപ്പിൾ ജ്യൂസ്, പിന്നെ മെയിൻ കോഴ്സായിട്ട് നമുക്ക് സ്പിനാച്ച് ഉണ്ടായിരുന്നു, മാഷ്ഡ് പൊട്ടറ്റോസ്, പിന്നെ എഗ്ഗ് ഉണ്ടായിരുന്നു, പിന്നെ മിനി ടൊമാറ്റോസ്, പിന്നെ ചിക്കൻ സോസേജ്. ലഞ്ച് ടൈമിനൊരു സാൻഡ്വിച്ച്, മിനറൽ വാട്ടർ, പിന്നെ ആപ്പിൾ ജ്യൂസ്, കോക്ക്, എഗെയിൻ ക്രാക്കർ, ചീസ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു പീസ് ഓഫ് ഡാർക്ക് ചോക്ലേറ്റ്, പിന്നെ മെയിൻ കോഴ്സ് റൈസും ചിക്കനും പിന്നെ സ്റ്റീംഡ് വെജീസും ആയിരുന്നു. അങ്ങനെ നീണ്ട 10 മണിക്കൂറിനൊടുവിൽ നമ്മൾ ഓക്ലൻഡിലെത്തി. ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് ഇമിഗ്രേഷൻ എല്ലാം ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് പോകണം. ലേ ഓവർ എല്ലാം കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ഡേ മോർണിംഗും ഉള്ള ഫ്ലൈറ്റ്
സോ നമ്മൾ ഓക്ലൻഡ് എയർപോർട്ടിൻ്റെ ഭംഗിയെല്ലാം കണ്ട് ഒരു കോഫിയും സ്നാക്കും എല്ലാം കഴിച്ച് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ന്യൂസിലൻഡ് ടൈം 6 മണിയായപ്പോഴത്തേനും ബോർഡിംഗ് കോൾ വിളിച്ചു. നമ്മുടെ ഫ്ലൈറ്റ് തുടങ്ങുന്നത് ഗേറ്റ് നമ്പർ 49. നമ്മുടെ ടീംസ് എല്ലാം വളരെ സൂപ്പർ എക്സൈറ്റഡ്